പബ്ജി കളിക്കാൻ നല്ല ഫോണില്ലാതെ വിഷമിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബാറ്റിൽ റോയൽ എന്നത് വലിയ ഗ്രാഫിക്സിന്റെയും റിയലിസത്തിന്റെയും കളിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കാലം. അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ വന്നത്. ഗരീന ഫ്രീ ഫയർ. റിയലിസം അല്ല, ആക്ഷൻ. ഗ്രാഫിക്സ് അല്ല, ഗെയിം പ്ലേ. 100 പേരല്ല, 50 പേർ. അരമണിക്കൂറല്ല, 10 മിനിറ്റ്. മൊബൈൽ ഗെയിമിംഗിന്റെ നിയമങ്ങൾ മാറ്റിയെഴുതിയ സാധാരണക്കാരന്റെ ഫോണുകളിലെ സൂപ്പർ സ്റ്റാറായി മാറിയ ഫ്രീ ഫയറിന്റെ കഥയാണിത്. എന്തുകൊണ്ടാണ് അത് ഇത്ര വലിയ ഹിറ്റായത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത്? നമുക്ക് നോക്കാം. ഫ്രീ ഫയറിന്റെ വിജയം അതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് മറ്റുള്ളവർ കളിയാക്കിയ കാര്യത്തിലായിരുന്നു: ലളിതമായ ഗ്രാഫിക്സ്. വിയറ്റ്നാമിലെ 111 ഡോട്ട് സ്റ്റുഡിയോ ഉണ്ടാക്കി സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഗരേന പബ്ലിഷ് ചെയ്ത ഈ ഗെയിമിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു: ലോകത്തിലെ എല്ലാത്തരം സ്മാർട്ട് ഫോണുകളിലും ബാറ്റിൽ റോയൽ എത്തിക്കുക. 1 GB റാമുള്ള ഫോണിൽ പോലും ഫ്രീ ഫയർ സുഗമമായി പ്രവർത്തിച്ചു. പബ്ജിയിലെ വലിയ മാപ്പിൽ ശത്രുവിനെ തിരഞ്ഞു നടന്ന് സമയം കളയുന്നതിന് പകരം ഫ്രീ ഫയർ 50 കളിക്കാരെ ഒരു ചെറിയ ദ്വീപിലിറക്കി. വെറും 10 മിനിറ്റിനുള്ളിൽ ഒരു കളി തീരുമെന്നത് പെട്ടെന്നൊരു ആക്ഷൻ ആഗ്രഹിക്കുന്ന കളിക്കാർക്ക് വലിയൊരു ആകർഷണമായി. ഫ്രീ ഫയർ ഒരു റിയലിസ്റ്റിക് മിലിറ്ററി സിമുലേറ്റർ ആയിരുന്നില്ല, അതൊരു ഫാസ്റ്റ് പേസ്ഡ് ആർക്കേഡ് ഷൂട്ടർ ആയിരുന്നു. ഫ്രീ ഫയറിന് സ്വന്തമായൊരു വ്യക്തിത്വമുണ്ടായിരുന്നു. അത് പബ്ജിയുടെ ഒരു കോപ്പിയായിരുന്നില്ല. ക്യാരക്ടർ സിസ്റ്റം ഇതായിരുന്നു ഏറ്റവും വലിയ വ്യത്യാസം. ഫ്രീ ഫയറിലെ ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ കഴിവുകളുണ്ട്. വേഗത്തിൽ ഓടാൻ കെല്ലി, കൂടുതൽ ഹെൽത്ത് തരാൻ DJ അലോക്, ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥാപാത്രമായ ക്രോണോ. ഇത് കളിയിൽ ഒരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നു: ഗ്ലൂ വാൾ. ഫ്രീ ഫയറിന്റെ ഐക്കോൺ. ഏതു നിമിഷവും ഒരു താൽക്കാലിക മതിലുണ്ടാക്കി കവറെടുക്കാൻ സഹായിക്കുന്ന ഈ ഐറ്റം കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഗൺ സ്കിന്നുകളും പെറ്റുകളും. ഭംഗിക്ക് മാത്രമല്ല, ചില ഗൺ സ്കിന്നുകൾ തോക്കിന്റെ ശക്തിയും കൂട്ടിയിരുന്നു. കൂടെ സഹായിക്കാൻ പെറ്റുകളും. ഈ പ്രത്യേകതകൾ തന്നെയായിരുന്നു ഫ്രീ ഫയറിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനവും. പണം കൊടുത്തു വാങ്ങുന്ന ക്യാരക്ടറുകൾക്കും ഗൺ സ്കിന്നുകൾക്കും കളിയിൽ മുൻതൂക്കം ലഭിച്ചിരുന്നു. ഇത് പേ ടു വിൻ, അഥവാ പണം കൊടുക്കുന്നവൻ ജയിക്കും എന്നൊരവസ്ഥയുണ്ടാക്കി. പബ്ജിയിൽ പണം കൊടുത്താൽ കിട്ടുന്നത് വസ്ത്രങ്ങൾ മാത്രമായിരുന്നപ്പോൾ ഫ്രീ ഫയറിൽ പണം നിങ്ങളുടെ കഴിവിനെയും സ്വാധീനിച്ചിരുന്നു. ഇത് കളിക്കാർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. BGMIയുടെ നിരോധനത്തിന് ശേഷം 2022-ൽ ഫ്രീ ഫയറും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. സിംഗപ്പൂർ കമ്പനിയാണെങ്കിലും ഗരേനയുടെ ചൈനീസ് ബന്ധങ്ങളായിരുന്നു ഇവിടെയും വില്ലനായത്. BGMI ശക്തമായി തിരിച്ചു വന്നപ്പോൾ ഗരേനയും ഒരു പ്രഖ്യാപനം നടത്തി: ഫ്രീ ഫയർ ഇന്ത്യ. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് പുതിയ മാറ്റങ്ങളോടെ ഗെയിം തിരിച്ചു വരുമെന്ന് കേട്ട് ആരാധകർ ആവേശത്തിലായി. എന്നാൽ ആ കാത്തിരിപ്പ് അനന്തമായി നീണ്ടു. അപ്പോൾ എന്താണ് ഫ്രീ ഫയറിന്റെ പാരമ്പര്യം? കുറഞ്ഞ ഫോണുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ബാറ്റിൽ റോയൽ എന്ന അനുഭവം നൽകിയ ഗെയിമാണത്. റിയലിസം അല്ല, ഭ്രാന്തമായ ആക്ഷനാണ് വേണ്ടത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഗെയിമാണ്. ഫ്രീ ഫയർ ഇന്ത്യ ഇനി ഒരു തിരിച്ചുവരവ് നടത്തുമോ? നടത്തിയാൽ തന്നെ ഇന്നത്തെ ഗെയിമിംഗ് ലോകത്ത് അതിനൊരു സ്ഥാനം ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. ഫ്രീ ഫയറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ക്യാരക്ടർ ആരായിരുന്നു? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.